ജനാധിപത്യത്തിൻ്റെ വലിയൊരു ഉത്സവം. ആ ആഘോഷത്തിൽ ഇന്ന് വയനാട് അടക്കമുള്ള 7 ജില്ലകൾ പങ്കാളികളായി. വലിയ തോതിലുള്ള ഒരു പോളിംഗ് ആണ് നടന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പ്രചരണം ഒക്കെ കൊണ്ട് നല്ല കനത്ത പോളിംഗ് എല്ലായിടത്തും നടന്നു. അതിലൊന്ന് നമ്മളുടെ ഏറ്റവും എല്ലാവരും ശ്രദ്ധിക്കുന്ന ചൂരൽമല മുണ്ടക്കൈ പ്രദേശം ഉൾപ്പെടുന്ന ചൂരൽമല വാർഡാണ് ആയിരുന്നു. ചൂരൽമലയിലെ ആളുകൾക്ക് വയനാട് ജില്ലയുടെ പല ഭാഗത്തു നിന്ന് വന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി KSRTCയുടെ 7 ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു രാവിലെ മുതൽ. ഇപ്പോൾ ഏറ്റവും അവസാനം ബസ് ട്രിപ്പ് ഇവിടുന്ന് പുറപ്പെടുകയാണ്. അതിലാണ് നമ്മളുള്ളത്. കുറച്ച് പേര് വോട്ട് ചെയ്ത് മടങ്ങുകയാണ്. എന്താണ് പേരെന്താണ്? എൻ്റെ സുരേഷ്. വോട്ട് ചെയ്ത് മടങ്ങുകയാണോ? വോട്ട് ചെയ്ത് മടങ്ങുന്നു. എവിടെയായിരുന്നു താമസിക്കുന്നത്? കുന്നംപറ്റ. അപ്പോൾ രാവിലെ മുതൽ ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബസ്സിനെ ആശ്രയിച്ചാണോ വന്നത്? അതെ അതെ, കുറേ ആളുകളും ഈ ബസ്സിനെ ആശ്രയിച്ചാണ് വന്നുള്ളത്. എന്താണ് ഇങ്ങനെ? ബസ്സിന് ഓരോ ടൈം കൊടുത്തിരുന്നു. അപ്പോൾ ആ ടൈമിനനുസരിച്ച് അവർ വിളിച്ചിട്ട് അവരങ്ങനെ കറക്റ്റ് ടൈമിനെത്തി. അതുപോലെ തന്നെ അവരെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്ത് അടിപൊളിയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. തീർച്ചയായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1140 വോട്ടർമാരുള്ള ഈ ചൂരൽമല വാർഡിൽ 940 പേരാണ് അവസാനമായി വോട്ട് ചെയ്തത് ഒരു ബൂത്തിൽ. ഈ ബൂത്തിൽ ഏകദേശം എത്ര പേര് വോട്ട് ചെയ്തു എന്ന് അറിയാമോ? കൃത്യം ഏകദേശം 83% വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാൻ സാധ്യത. 83% വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. 2 സ്ത്രീകൾ കൂടി ഉണ്ട്. അവരുടെ കൂടി ഒരു പ്രതികരണം നമുക്ക് അറിയണം. വോട്ട് ചെയ്യാൻ എവിടെ നിന്നാണ് വന്നത്? കുന്നംപറ്റന്ന്. നേരത്തെ മുതലുള്ള വലിയ തിരക്ക് രാവിലെ മുതൽ ഞാൻ വന്ന് പാനലായിരുന്നു. ഒരേ ആ തിരക്ക് ഇപ്പോഴും ഉണ്ട്. അവസാന നിമിഷം ഉണ്ടായിരുന്നു. എവിടെ നിന്നാണ് വരുന്നത്? എല്ലാവരും KSRTC ബസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് 2 സ്ത്രീകൾ കൂടി മുമ്പിലുണ്ട്. അവസാനത്തെ ഈ ട്രിപ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന ബസ്സുകളെല്ലാം ഫുള്ളായിരുന്നു. യാത്രക്കാർ ഫുള്ളായിരുന്നു. ഞങ്ങൾ മൂപ്പനാട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയിപ്പ് ലഭിച്ചിരുന്നു. എങ്ങനെയാണ്? എങ്ങനെ ബസ്സിന്റെ സർവീസിന്റെ ഒക്കെ കാര്യങ്ങൾ? ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിനാണ് വന്നത്. അങ്ങോട്ട് വന്നത്. വോട്ട് ചെയ്തു. ഞങ്ങളെല്ലാവരും ചെയ്ത്. അതെ, ഇവരിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും പല ഭാഗത്ത്, വയനാട് ജില്ലയുടെ പല ഭാഗത്താണ് താമസിക്കുന്നതെങ്കിലും ഇവിടെ എത്തി. ചിലർ സ്വകാര്യ വാഹനങ്ങളിൽ വന്നു, ചിലർ കാറുകളിലും മറ്റുമായി വന്നു. പക്ഷേ KSRTCയുടെ 7 സർവീസും രാവിലെ മുതൽ തന്നെ നടത്തുകയും അവസാന ട്രിപ്പടക്കം മടങ്ങുകയും ചെയ്തു. ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വിജയകരമായ ഒരു ദൗത്യം എന്ന് പറയുന്നത് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലെ ആളുകളെ ചൂരൽമലയിലെത്തിച്ച് വോട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ജില്ലാ ഭരണകൂടമാണ് ഇതിനുള്ള നേതൃത്വം വഹിച്ചത്. ക്യാമറമാൻ ഹാരിസിനൊപ്പം CB ഷിബു, വയനാട് വിഷൻ, ചൂരൽമല.